ഞാനങ്ങ് വരട്ടെ പറയാം. ഇതൊരു വള്ളമാ കണ്ടോ. അയ്യോ സാറിന് ഒറ്റയ്ക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ സാറേ. പിന്നെ വെറും 9.5 കിലോയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വെറും 9.5 കിലോ വള്ളമാണ്. കണ്ടിട്ടുണ്ടോ ഇതിന് കൊതുമ്പ് വെള്ളം എന്ന് പറഞ്ഞിട്ട്? ഞാൻ ഇത്രയും ചെറിയ വെള്ളം കണ്ടിട്ടില്ല. ശ്രീജ പിടിച്ചത് ഇത്ര വെയിറ്റ് ഇത്ര ഉള്ളൂ. ഒരു 9.5 കിലോയാണ് ഇതിന്റെ ഈ വള്ളത്തിന്റെ. ഈ വെള്ളമൊക്കെ കൈ പിടിച്ചോണ്ട് എങ്ങോട്ട് വേണം ഇത് പറഞ്ഞുതരാം ഇതിന്റെ കാര്യം. നമ്മുടെ ഇതിന്റെ ഒരു വിദഗ്ധം വന്നിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ വളരെ ചുരുക്കം പേരെ ഇതിപ്പോ തുഴയുള്ളൂ. അതിൽ നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു സുഹൃത്തുണ്ട്. പുള്ളിനെ പരിചയപ്പെടുത്താം നമുക്ക്. ഇതവിടെ വെക്ക്. ജോൺസൺ ഇതൊന്ന് പിടിച്ചേ. ശരിക്കും ഇത് ജോൺസൺ ആണ് ഇതിന്റെ. ജോൺസൺ താഴെ വെച്ചോ. എന്നാ ജോൺസൺ ആണ് ശരിക്കും ഇതിന് അധികാരപ്പെട്ട ആൾ. കാരണം ജോൺസൺ തുഴയുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു ജോൺസൺ തുഴയുന്നത്. അത് 1 മില്യൺ പേര് ഇതുവരെ കണ്ടിട്ടുണ്ട്. അത് വലിയൊരു ചരിത്രമായിരുന്നു. എല്ലാവരും ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ഇടുകയും ഒരു സംഭവം അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ജോൺസൺ അറിയുന്നുണ്ടോ ഇതല്ലോ? ജോൺസൺ നമ്മളെ തൊട്ടയലോകത്തുള്ള അറിയാലോ, ബാംഗ്ലൂസിന്റെ അതിലാണ് താമസിക്കുന്നത്. ജോൺസന്റെ കുടുംബത്തിന്റെ ഒരു തൊഴിലായിരുന്നു. അതായത് ഈ വള്ളം അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല ഭയങ്കര പ്രാക്ടീസാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് പണ്ട് അറിയാമായിരുന്നു ഈ വള്ളം തുഴയാൻ. കാരണം നമ്മളുടെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ തോട്, പാടം, ചാലുകള് അങ്ങനെയാണ്. അപ്പൊ ഈ കൊയ്ത്ത് കഴിഞ്ഞാല് താറാവിനെ തീറ്റിക്കാണ്ട് കൊച്ചു താറാവിനെ ആദ്യം വിടുന്നില്ലാതെ ഈ പാടത്ത് കിടന്ന് തന്നെയാണ് വളരുന്നത്. അപ്പൊ പാടത്ത് ഇങ്ങനെ വളരുന്ന സമയത്ത് നമുക്കിതിനെ ഈ താറാവിനെ ഓടിച്ചോണ്ട് പോകണം. കാരണം ആയിരക്കണക്കിന് താറാവായിരിക്കും. അപ്പൊ ഇതുപോലുള്ള വള്ളങ്ങളിലാണ് ഈ താറാവ് ഓടുന്നത്. അപ്പൊ തോട്ടിൽ നിന്ന് താറാവ് പെട്ടെന്ന് ഓടിക്കുമ്പോൾ നേരെ ചിറയിലേക്ക് ചിറയിൽ നേരെ പാടത്തേക്ക് പോകും. പാടത്തേക്ക് പോകുമ്പോൾ അത് കഴിയുമ്പോഴത്തേന് കാരണം ഇതിനൊപ്പം നമുക്ക് ഈ വള്ളം പോകണം. വള്ളക്കാരൻ അതായത് താറാവ് അപ്പൊ അതുകൊണ്ട് ഇത് ഏത് വഴി വേണേലും പോകാൻ പറ്റത്തക്ക രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നല്ല പ്രാക്ടീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ചാലിലൂടെ നമ്മുടെ ചെറിയ വരമ്പില്ലേ കണ്ടത്തിലെ, അതായത് നമ്മുടെ നെൽപ്പാടത്തെ ചെറിയ വരമ്പ്, അതായത് 1.5 അടി വീതിയുള്ള വരമ്പിലെ വെള്ളത്തിലൂടെ ഇത് പോകും. പെട്ടെന്ന് താറാവ് അങ്ങോട്ട് തിരിയുമ്പോൾ നേരെ കയ്യിലെടുത്ത് പാടത്തേക്ക് ഇടും. പാടത്തേക്ക് എടുത്ത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ചിറയിലേക്ക് അത് കയറുമ്പോൾ ചിറയിലേക്ക് കയറി തോട്ടിലേക്ക് ചാടി ഇറങ്ങും. അപ്പൊ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജോൺസൺ നമ്മളെ ഒന്ന് ഈ ചാലിലൂടെയൊക്കെ ഒന്ന് എങ്ങനെയാ അത് ഓടിക്കുന്നൊന്നും എടുത്ത് മാറ്റുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരും നമുക്ക്. കാരണം നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ മാങ്ങോടൂസിൽ അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് കാണണം. കാരണം ഇത് അന്യം നിന്ന് പോകാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് ഇത് അറിയാവുന്ന ഒരു തലമുറ ഉണ്ടാവുമെങ്കിലും പിന്നെ അവർക്ക് അത് തുഴയാനോ അതിനുള്ള സാഹചര്യങ്ങളോ ഉണ്ടാകില്ല. അപ്പൊ നമ്മുടെ വരും തലമുറയിലേക്ക് മാറ്റി വെക്കാനായിട്ടാണ് നമ്മളിത് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അതിന് ജോൺസന്റെ എല്ലാ സഹകരണങ്ങളും വേണം. ജോൺസൺ എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങോടൂസുമായിട്ട് തുടക്കം മുതൽ തന്നെ നല്ലവണ്ണം സഹകരിച്ചിരിക്കുന്നതാണ്. ഇത് ആദ്യം നമ്മുടെ ഈ വള്ളം തുഴയുന്നത് ജോൺസൺ ആയിരുന്നു. ജോൺസൺ എല്ലാ കാര്യത്തിലും മാങ്ങോടൂസുമായിട്ട് സഹകരിച്ച് പല കാര്യങ്ങളിലും, പെയിന്റിങ്ങിലായാലും അതുപോലെ തന്നെ ഈ വള്ളം തുഴയുന്ന കാര്യത്തിലായാലും. ഇപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വന്ന മിനിസ്റ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വള്ളം തുഴഞ്ഞ് കാണിക്കുന്നത് ജോൺസണാണ്. അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നേരത്തെ വന്ന ഒരു കേന്ദ്രമന്ത്രി കൃഷ്ണരാജ് അവർ അത്ഭുതപ്പെട്ടു. കാരണം ഇതെന്താണ് ഈ കാണുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം വെറും 10 കിലോ താഴെ മാത്രം ഭാരമുള്ള ഒരു വള്ളം ഒരാള് ഈസി ആയിട്ട് ഓടിച്ചോണ്ട് പോകുന്നു. അത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ജോൺസൺ നമ്മളെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ജോൺസൺ നമുക്കൊന്ന് തുടങ്ങിയാലോ? ജോൺസൺ എന്നാ അങ്ങനെ നമ്മുടെ 9.5 കിലോ വെയിറ്റ് ഉള്ള ഒരു വള്ളമാണിത്. ആ വള്ളം ഒരു മനുഷ്യൻ എങ്ങനെ ഓടിക്കുന്നെന്ന് കാണുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ കേരളത്തിലെ പഴയ ആൾക്കാർ, അതായത് ഒരു 50-55 വയസ്സ് വരെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പുതുതലമുറ എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടിട്ടുണ്ടെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടവർ എന്നെ കുറ്റപ്പെടുത്തരുത്. ജോൺസൺ അങ്ങോട്ട് ഇട്ടു വന്നാ ശരി. ആയിക്കോട്ടെ സാറേ. എന്നാ സാറേ ഞങ്ങളും കൂടെ അതൊന്ന് കണ്ടിട്ട് വരട്ടെ. ചേട്ടാ ആ വെള്ളം ഒന്ന് കൊണ്ടുവരാവോ? സാറേ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ചേട്ടാ ഇച്ചിരി സ്പീഡിൽ പൊക്കോ. ചേട്ടന് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. എന്റെ മുന്നേ അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാണ്. ജോൺസൺ ചേട്ടാ ഒറ്റക്കാലം വെച്ചിട്ടാണോ നിക്കണേ? അതെ. ഞാനൊക്കെ ആണെങ്കിൽ ആ വള്ളത്തിൽ കയറി അപ്പൊ തന്നെ ബാലൻസ് ആണ്. ചേട്ടന് ചെറുപ്പം പോലെ ചെയ്യാൻ തുടങ്ങിയാണോ ഏട്ടാ? അതെ, കുഞ്ഞുനാള് മുതൽ ചെയ്യുന്നതാണ്. കുഞ്ഞുനാള് തൊട്ടേ കേറിക്കൊണ്ടിരിക്കുന്നതാണ് വള്ളത്തെ. ആണല്ലേ? അപ്പൊ ചെറുപ്പം തൊട്ടേ ഇത് ചെയ്യുമായിരുന്നു. ചേട്ടന്റെ അച്ഛനൊക്കെ ഇത് ചെയ്യുമായിരുന്നു? അതെ. അങ്ങനെ കുഞ്ഞുനാൾ തൊട്ട് ബാലൻസ് ചെയ്ത് പഠിച്ച് വള്ളം ഇങ്ങനെ കയറി പഠിച്ചതാണ്. കുഞ്ഞുനാൾ തൊട്ടുള്ള നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് വള്ളം. ഇതുകൊണ്ടാണ് അപ്പൊ താറാവിനെ നോക്കാനൊക്കെ ആയിട്ട്. അതെ. പക്ഷെ ഒരു കാല് 2 കാല് വെക്കില്ല. 2 കാല് വെക്കും. അത് ഈ ഇടയ്ക്ക് വിധത്തിൽ ഇങ്ങനെ വെള്ളം കേറുമ്പം ഇങ്ങനെ തട്ടിക്കൊടുക്കണേ നമുക്കേ. ഓഹോ, സ്പീഡിൽ പോകുമ്പോ അല്ലേ? സ്പീഡിൽ പോകുമ്പോ ചിലപ്പോ വെള്ളം കേറും. അന്നേരം നമ്മള് അവത്തിലെ വെള്ളം തട്ടിക്കളയാണ് ഇങ്ങനെ. അതിനാ ഒറ്റക്കാലിൽ ബാലൻസ് ആയി. ഒറ്റക്കാല ബാലൻസ് ആണ്. അപ്പൊ കാലുകൊണ്ട് തുഴയുവോ? കാലുകൊണ്ട് തുഴയും. ഇതുണ്ട് കാലുകൊണ്ട് ഇങ്ങനെ തുഴയും. ഇതുണ്ടോ കാലുകൊണ്ട് തുഴയണോ? അപ്പൊ തുഴ വേണ്ട, കാലുണ്ടേലും തുഴഞ്ഞു കാലുകൊണ്ട് ബാലൻസ് ചെയ്ത് പോവാം നമുക്ക്. ഇതുണ്ടോ
കൊള്ളാലോ. ശരിക്കും ഭയങ്കര ഒരു പ്രാക്ടീസ് തന്നെയാ കേട്ടോ, ഇത്രയും ചെറിയൊരു വള്ളത്തിൽ ഇങ്ങനെ പോണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ പോവാറുണ്ടോ ഏട്ടൻ? പോവാറുണ്ട്. ആണല്ലേ? ഇത് ബാലൻസ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് മറക്കുകയല്ല. ഒരു പ്രാവശ്യം ചെയ്ത് ചെറിയ തോട്ടിലൂടെ ഒക്കെ പോണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു കാടായിരിക്കും. കാരണം കാലൊന്നും ഇടാനുള്ള ഒരു സ്പേസ് പോലും അതിനകത്ത് ഉണ്ടാവില്ലല്ലോ. നന്നായിട്ടുള്ള ബാലൻസ് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങില്ല എന്ന് പറഞ്ഞ രീതിയിൽ അതിനകത്ത് കാല് വെക്കുമ്പോഴത്തേക്കും വെള്ളം കയറുന്നുണ്ടല്ലേ? വെള്ളം അതിന് ഇടയ്ക്ക് കണ്ടത് ഇത് കണ്ടോ, നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കും. ഓ, താറാവിന്റെ ഒപ്പം താറാവ് സ്പീഡിൽ പോകുമ്പോ നമ്മളിങ്ങനെ സ്പീഡ് തുഴയും. നല്ല സ്പീഡിലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡിൽ അങ്ങ് സ്പീഡ് തുഴഞ്ഞു പോയി കണ്ടോ. കൊള്ളാലോ, നല്ല രസമുണ്ട്. ഈ വെള്ളം തട്ടിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോണ കാണാൻ നല്ല രസമുണ്ട്. ഇതിങ്ങനെ ബാലൻസ് ചെയ്താൽ നന്നായിട്ട് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാം കണ്ടോ. ഓ, ഇതാണ്ട് ഒറ്റക്കാലം നിൽക്കുന്നോ ഈ ചേട്ടൻ? ഒറ്റക്കാലം നിന്നിട്ടാണോ തുഴയാൻ? അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഇങ്ങനെ പോവാം. ഇവിടെ വലിയ വെള്ളത്തൊക്കെ തന്നെ കേറാൻ എല്ലാവർക്കും പേടിയാ. ഇപ്പൊ വീട്ടിലാ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഏട്ടാ? ഇല്ല. അല്ല, ചേട്ടൻ മാത്രമേ പോകുള്ളൂ? ഞാൻ മാത്രമേ ഇങ്ങനെ കേറുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കൃഷിയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ താറാവെള്ളം ഇത് താറാവിനെ ഇറക്കുന്നുണ്ടോ? ഉണ്ട്. ആണല്ലേ? അപ്പോൾ ഈ വെള്ളം കൊണ്ട് തന്നെയാണ് പോണേ? അത് തന്നെ. കൃഷി കഴിയുമ്പോ താറാവ് ഇറക്കും. അന്നേരം നമുക്ക് ഈ വെള്ളം വേണം. എന്നാലാണ് പറ്റുള്ളൂ. താറാവ് തോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓടിച്ച് കയറ്റാനൊക്കെ ആയിട്ട്. അപ്പൊ ഒത്തിരി ദൂരോട്ടൊക്കെ പോകത്തില്ലേ നിങ്ങൾ താറാവിനെ തീറ്റിക്കാനൊക്കെ? പോകും. അപ്പൊ ഈ വെള്ളം കൊണ്ടുപോകും. അപ്പം ചിലയിടത്ത് ഇത് മതി, ചിലയിടത്ത് വേണ്ട. വേണ്ടി വരുന്നിടത്ത് ഇത് കൊണ്ടുപോകും. അപ്പൊ ഇത് നമുക്ക് ഒറ്റ കൈക്കാണേലും തൂക്കി എടുത്തോണ്ട് പോകാൻ പറ്റും. അത് ശരിയാ. ഉള്ളൂ. ഏത് വെള്ളത്തില് ഏത് തോട്ടിലും ഇട്ട് ചെയ്യാൻ പറ്റും. അയ്യോ, എന്തായാലും സമ്മതിച്ചു കേട്ടാ ചേട്ടന്. നമ്മളൊക്കെയാണ് അതിലോട്ടൊരു കാലെടുത്ത് വയ്ക്കുമ്പോ തന്നെ അപ്പൊ തന്നെ ബോധക്കേടുണ്ടാവും. എന്ത് രസമായിട്ടാ ചേട്ടൻ അത് ചെയ്യണേ. ഇതങ്ങനെ മുങ്ങി പോകത്തൊന്നും ഇല്ലല്ലോ? ഇല്ല, മുങ്ങിയല്ല. അത്രയ്ക്കും ബാലൻസിലാ നമ്മൾ പോകുന്നത്. ഇത് നന്നായിട്ട് ബാലൻസ് ഉണ്ടെങ്കിലാണ് ഇതേ പോകാൻ പറ്റുള്ളൂ. ഈ ഒരൊറ്റ കാലിലാണോ ബാലൻസ് ചെയ്യുന്നത്? ഈ ഇടത്തെ കാലില്? അതെ. ഈ വലത്തെ കാലിൽ നമ്മൾ വെള്ളം തട്ടാൻ എപ്പോഴും നമ്മളിങ്ങനെ ബാലൻസ് ഒരു കാലയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കളയാം. നമുക്ക് വെള്ളം ബാലൻസ് നിർത്താം. ഈ ഒറ്റ കാലം ഇങ്ങനെ തുഴയാം. ഇച്ചിരി സ്പീഡിലും തുഴഞ്ഞേട്ടാ. അടിപൊളി. ഞാനും കണ്ടായിരുന്നു, നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കും. നമുക്കേ പാടത്ത് പോയിട്ട് തോട്ടിൽ എങ്ങനെയാണ് ഇത് കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ഇത്ര അടുത്തല്ലേ? ഞാനിപ്പോ ചേട്ടനോട് ചോദിച്ചേള്ളൂ. പിടിക്കണോ? കുഴപ്പമില്ല. നിങ്ങള് പിന്നെ വെള്ളത്തിലൊക്കെ ഉള്ളവരാണോ? അതെ, കുഴപ്പമൊന്നുമില്ല. എന്നാലും വലിയ വെള്ളത്തിലൊക്കെ കേറിട്ട് ഇതെടുത്ത് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രീജ, പിടിക്കണോ? വേണ്ട. ജോൺസൺ ഇത് തോട്ടിക്കട. അതിപ്പോ നമ്മൾ താറാവൊക്കെ ഇങ്ങനെ ഒരുപാട് താറാവ്, അത് 100 കണക്കിന് താറാവ് ഇങ്ങനെ വരുമ്പോ അതിന്റെ പുറകെ ഇതും കൊണ്ട് ഊന്ന് വരികയാണ്. പെട്ടെന്നായിരിക്കും താറാവ് ഈ ചെറിയക്കട അങ്ങ് ചാടിക്കയറുന്നത്. അപ്പൊ ഒരു താറാവ് ഫ്രണ്ടിൽ കയറിയാൽ പിന്നെ എല്ലാം അങ്ങ് കയറി പോകും. അപ്പൊ ഈ താറാവിനെ ഓടിക്കുന്ന ആളും വള്ളവും ആ കൂടെ പോകണം. അതിനാണ് ഇത്രയും ചെറിയ വള്ളം മനുഷ്യരാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ കൂടെ ജോൺസൺ ഈ താറാവ് വെള്ളം എടുത്തുകൊണ്ട് ചിറയിലേക്ക് കയറും. അതിന്റെ പുറകെ പൊക്കോളും. ചിറ കയറി കഴിയുമ്പോഴായിരിക്കും പിന്നെ പാടത്തേക്ക് ഒറ്റ ഇറക്കുവാണ് ഈ താറാവെല്ലാം കൂടെ വീണ്ടും പാടത്തേക്ക് പോകണം. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഞാൻ ജോൺസന്റെ കൊടുക്കാം. ജോൺസൺ അത് കാണിച്ചു തരും എങ്ങനെയാണ്. ജോൺസൺ അപ്പൊ പുതിയ പിള്ളേർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത് ഇതെങ്ങനെയാണെന്നുള്ളത്. ജോൺസൺ ചേട്ടൻ നമുക്ക് വേണ്ടി വള്ളം തുഴയാൻ പോകട്ടോ നമ്മുടെ ഈ കനാലിൽ കൂടെ. ഇത് നമ്മുടെ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് മാംഗോ മെഡോസിന്റെ. ഇത് നോക്കി, അവിടെ നമ്മുടെ ഒരു ഗസ്റ്റ് ഇരിപ്പുണ്ട്. എനിക്കൊന്നൊരു ഫോറിൻ ഗസ്റ്റ് ആണ് തോന്നുന്നു. ഹായ്. അപ്പൊ ചേട്ടൻ സൗത്ത് കൊറിയ കനാലിൽ കൂടെ പോവാണത്. നമ്മുടെ ഫോറിൻ ഗസ്റ്റ് ഒക്കെ അത് കണ്ടത് ആശ്ചര്യത്തോടെയാണ് കേട്ടോ നോക്കി നിൽക്കുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നതിന്റെ ആ ഒരു എക്സ്പ്രഷൻ മൊത്തം മുഖത്ത് കാണാനുണ്ട്. അടിപൊളി. ചേട്ടൻ അറിയാമോ ഇത് തുഴയാൻ? അവര് ഫാമിലി ആയിട്ടൊക്കെ എല്ലാരും ഇങ്ങനെ ചെയ്യാറുണ്ടെന്നാ പറഞ്ഞത്. അച്ഛനൊക്കെ ഇങ്ങനെ വള്ളത്തിൽ പോവാറുണ്ടെന്ന്. ചേട്ടാ തിരിച്ചു പോരെ? ഇപ്പൊ ഇതിലെ താറാവ് കേറിപ്പോയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇപ്പൊ വള്ളം എടുത്തിട്ട് കേറും. താറാവ് അങ്ങോട്ട് പാടത്തോട്ട് കയറി പോകുമ്പം നമ്മൾ ഈ വള്ളം എടുത്ത് പാടത്തോട്ട് കയറ്റി കാണിച്ചുതരാം.
കഴുക്കോല് ഞാൻ എടുക്കാൻ വേണമെങ്കിൽ. കുഴപ്പമില്ല. അപ്പൊ ഈ വെള്ളമായിട്ട് ഇനി താറാവിന്റെ പുറകെ അങ്ങ് പോകും. ഏത് വഴിക്ക് പോയാലും ആ വഴി എടുത്തോണ്ട് ഇങ്ങനെ പോകും. പിന്നെ ആ വഴി അങ്ങ് പോക്കാം, നമുക്ക് ഞങ്ങൾ വരാം. ആ വഴി ആ ചാലിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ എടുത്തോണ്ട് ഈ പറമ്പേ കൂടെ ആണെങ്കിലും അങ്ങോട്ട് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. പുഷ്പം പോലെ എടുത്തോണ്ട് പോകാനുള്ള ഇതുള്ളൂ കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോവാ. അടിപൊളി. ഇറക്കണ സമയമൊക്കെ ആയല്ലേ? നമുക്കത് സൗകര്യത്തിന് സുഖമായിട്ട് ഇങ്ങനെ ഇത് സിമ്പിൾ ആയിട്ടാണ്. പിന്നെ തീയൊക്കെ ഇട്ടേക്കുന്ന ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ പാടം കത്തിക്കണം. അതിന്റെ അകത്ത് ഈ കവടയരികളും പുലുകളെല്ലാം കത്തിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇനിയിപ്പോ അടുത്ത കൃഷി എന്ന് പറഞ്ഞാൽ ഇനി വർഷകൃഷി ഇല്ലല്ലോ. അല്ല വർഷകൃഷി ഇല്ല. പക്ഷെ നമ്മൾ ഇപ്പോഴേ കത്തിച്ച് കളഞ്ഞാലാണ് അത് പിന്നെ നമ്മൾ കൃഷി ഇറക്കുമ്പോ അത്രയും കുറച്ചുണ്ടാവും. അപ്പൊ അത്രയും നമുക്ക് മരുന്നൊക്കെ കുറച്ച് ചെയ്താൽ മതിയോ? നമുക്ക് പണി എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അടുത്ത കൃഷിക്ക് കണ്ടമാനം ഇത് നിറച്ച് ചെല്ലി അതുപോലെ ഇങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒന്നും കത്തിക്കാറില്ലെന്ന് തോന്നുന്നു. അത് ഈ ചിലവരെ ഈ കണ്ട കൂടുതലുള്ളവരാണ് കൂടുതൽ കത്തിക്കണത്. കാരണം മരുന്നിന് എല്ലാത്തിനും നല്ല തീ പിടിച്ച വിലയാണല്ലോ. നമുക്ക് മനുഷ്യൻ കൊയ്യാനില്ല, അതുകൊണ്ട് മെഷീനറി. പക്ഷെ മെഷീൻ വന്നാൽ ഈ കച്ചിയൊക്കെ എന്തോരം വേസ്റ്റ് ആയി പോണേ. ഇത് കൂടെ കൂട്ടിയിട്ടല്ലേ കത്തിക്കണേ. ഇത് കത്തിച്ച് വേണ്ടവർക്ക് അത് നമുക്ക് അതിനുള്ള മെഷീൻ റോൾ ചെയ്തൊക്കെ അവിടെയൊക്കെ വെച്ചേക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. റോൾ ചെയ്ത് ഇപ്പൊ കച്ചി എടുക്കാം നമുക്ക്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കൃഷിയുള്ള വീടുകളിലൊക്കെ പശു ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ആ വർഷകാലത്തൊക്കെ പുല്ല് പകരമായിട്ട് ഈ കച്ചി കൊടുത്ത് അങ്ങോട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാരും അത് നിന്ന് വരുന്നു. അതെ, ഞങ്ങളുടെയൊക്കെ നേരത്തെ ചെറുപ്പത്തിലൊക്കെ വീട്ടില് പശു ഉള്ളപ്പോ ഈ കൃഷിയുണ്ട്. കൃഷി ഇത് മറ്റേ തുറുവാക്കി കച്ചി എടുത്ത് തുറുവാക്കി കൊടുക്കാനും തീറ്റയിലാണ്ട് വരുമ്പോ കൊടുക്കാനൊക്കെ ഇപ്പൊ ആരും അത് മെനക്കെട്ടുള്ള ഇപ്പൊ എല്ലാം നിന്ന് വരുമല്ലേ. ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ ചെറുപ്പത്തിലെ കൃഷിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ കച്ചിക്കകത്തൊക്കെ കിടന്നവരുണ്ട്. രാത്രിയാകുമ്പോ നമ്മളൊക്കെ ഒത്തിരി അനുഭവിച്ചു. അല്ല പണ്ടൊക്കെ പിള്ളേരെ ക്രിക്കറ്റ് കളിക്കാനും പാടം കൊയ്ത്ത് കഴിഞ്ഞ അതൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലൊക്കെ പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളി. പഴയ കാലങ്ങളൊക്കെ ഇനി തിരിച്ചു വരാൻ പാടാണ്. ഇപ്പോഴത്തെ തലമുറ ഇതിനൊന്നും ഇറങ്ങുന്നില്ല. അതാണ് പാടത്തോട്ടുള്ള കൃഷിക്കാണേലും പാടം പോലും നെല്ല പോലും കണ്ടിട്ടില്ലാത്ത പിള്ളേര്. ഇപ്പോഴത്തെ തലമുറയിൽ പിള്ളേരോട് നെല്ല് എന്താന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അവര് ഈ തലമുറയിലേക്ക് ഇറങ്ങുന്നില്ല. അത് ശരിയാ. അതുകൊണ്ടാണ് ഇതെല്ലാം നിന്ന് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഈ പാടത്തെ നമ്മുടെ പിള്ളേരുടെ കുട്ടിക്കാലമൊക്കെ നമുക്ക് ഓർമ്മ വരണത് ഈ വെള്ളത്തിൽ കൂടെയുള്ള കളിയും ഈ പാടത്തുള്ള കളികളും കച്ചി വാരി എന്തോരം വീട്ടിൽ നിന്നൊക്കെ അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവോ. ഇപ്പത്തെ ഇങ്ങനെ വരുമ്പോ ഈ ചാലിലേക്ക് താറാ വന്നിറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ ചാലിലേക്കാണേലും ഇട്ടിറക്കിയിട്ട് ഈ ചാല് വഴി ഇങ്ങനെ അത് കഴിയുമ്പോ അവിടെ അടുത്ത പാടത്തേക്ക് കയറിയാൽ അടുത്ത പാടത്തേക്ക് കയറും. ഒരാൾ തന്നെ ആയിരിക്കും അപ്പൊ താറാവിനെ നോക്കാൻ പോകുന്നതോ? ഒരാൾ തന്നെയായിട്ട് പോണോണ്ട് പിന്നെ അല്ലാണ്ട് വേറെ കൂട്ടത്തില് വേറെ ഒരുമിച്ച് മേടിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് അല്ല നമ്മള് അതിനുള്ള പണിക്കാരെ നിർത്തും. അവരും കൂട്ടത്തിലുണ്ടാവും. അപ്പൊ നമ്മള് തൽക്കാലം ഒരു മേൽനോട്ടമൊക്കെ നടത്തി ബാക്കിയുള്ള കാര്യങ്ങൾ അവര്. പിന്നെ ഒറ്റയ്ക്ക് പോകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടല്ലേ എല്ലാം കൂടെ. ഇത്രയും താറാവുകൾ ഒരുപാടുണ്ടെങ്കിൽ എത്ര എണ്ണം 10,000 ഒക്കെ ഉണ്ടാവും. പിന്നെ 10,000 ഉണ്ട് ആണല്ലേ. 5000 താറാവിന് ഇവിടെ ഇറക്കണമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇവിടുത്തെ തീറ്റയൊക്കെ തീരുമായിരിക്കും? 5000 താറാവ് ഇറക്കി കഴിഞ്ഞാൽ കൂടി വന്ന ഒരു 8 ദിവസം അത്രേ ഉള്ളൂ. കിട്ടുള്ളൂ. ഇത്ര ഏരിയൽ ഇത് എത്ര ഏക്കറുണ്ടോ? 10 ഇത് 220 ഏക്കറുണ്ട്. അത്ര ഏക്കർ. ഈ 220 ഏക്കർ കൂടി വന്നു കഴിഞ്ഞാൽ 10 അല്ല 15 ദിവസത്തിൽ കൂടി കിട്ടത്തില്ല. പിന്നെ നമ്മൾ അടുത്ത പാടത്ത് പോണം. അവർക്ക് എങ്ങനെ പൈസ കൊടുക്കും? അതോ അതിന് പൈസ കൊടുക്കും, പാടക്കാർക്ക് പൈസ കൊടുക്കും. നേരത്തെ മുട്ട കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് മുട്ട കൊടുക്കും. ഇപ്പൊ മുട്ട കൊടുക്കൽ അങ്ങനെ ചിലയിടത്തൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പൊ നമ്മള് പാടത്ത് ഇങ്ങനെ നമ്മള് പൊതുവെ അവര് തുക പറഞ്ഞു മേടിക്കുക. ചിലപ്പോ 10,000-50,000 രൂപയൊക്കെ പാടത്തിന് കൊടുക്കണം. ഈ 15 ദിവസം നമുക്ക് തീറ്റണതിന് ചിലപ്പോ 50,000 1 ലക്ഷം രൂപയൊക്കെയാണ് നമ്മള് പാടക്കാർക്ക് കൊടുക്കണ്ട. ഈ 15 ദിവസം ഈ കൊടുത്താൽ ഈ കൂടുന്ന 15 ദിവസം നമുക്ക് കിട്ടുള്ളൂ. അതുപോലും കിട്ടിയ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ കൊയ്തെടുക്കണ കാരണം ഇഷ്ടംപോലെ കറ്റകള് താഴെ പൊഴിഞ്ഞ വീഴില്ലല്ലോ. മെഷീനായോ തീറ്റ കുറവാകും. അതാ കണ്ട ഈ നമ്മുടെ പാടത്തെ കൃഷിയെല്ലാം കഴിഞ്ഞ് ആ വെള്ളം കയറ്റാനും ഇറക്കാനും ഉള്ള ചാലുകളാട്ടോ ഇത്. ആ ചാലുകളിൽ കൂടെയാണ് ജോൺസൺ ചേട്ടൻ ഇപ്പൊ വള്ളം കൊണ്ട് പോണത്. എത്ര സിമ്പിൾ ആയിട്ടോ ലേലം വഴി വള്ളം കൊണ്ട് പോണെന്ന് നോക്കിക്കേ. ഇതിലും ചെറിയ ചാലുകൾ ഉണ്ടാവില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ? അപ്പം കുഞ്ഞു ചാലൊക്കെയാണെങ്കിൽ നമുക്ക് വള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ വലിയ ചാലൊക്കെയാണെങ്കിൽ നമുക്ക് വെള്ളം വേണം. ഇപ്പൊ അപ്പുറത്തോട്ടൊന്ന് കിടക്കണമെങ്കിലോ ചെയ്യാം. അല്ലെങ്കിൽ
ഇങ്ങനെ വള്ളത്തെ ഇതാകുമ്പോ ഈ കുഞ്ഞു വള്ളാകുമ്പോ ഏത് സമയം നമുക്ക് പെട്ടെന്ന് ഒരു അത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇതില്ലെങ്കിൽ തുഴയില്ലെങ്കിലും കാലുകൊണ്ട് ചവിട്ടിയോ തള്ളിയോ ആണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അത് ശരിയാ, സിമ്പിൾ ആയിട്ട് പോകാം. എല്ലാത്തിനും ഒരു എളുപ്പമുണ്ട് ഇത്. അതെ, സിമ്പിൾ ആയിട്ട് പോകാം നമുക്ക്. ഈ വെള്ളമൊക്കെ ആയിട്ട് ചേട്ടൻ എവിടം വരെ പോയിട്ടുണ്ട്? ഇത് കുട്ടനാട് മേഖലയിലെല്ലാം പോയിട്ടുണ്ട്. ആണല്ലേ? പിന്നെ അപ്പൊ വണ്ടിയെ കൊണ്ടുപോകും വെള്ളം? വണ്ടിയെ കൊണ്ടുപോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആവശ്യം കഴിയുമ്പോ നമ്മള് കൊണ്ടുപോരും, തിരിച്ചു കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നമ്മള് തോട് വഴി ആണേലും നമുക്ക് പോകാം. ഇത് ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയ വെള്ളമാണോ? ഒറ്റത്തടിയുണ്ട്. ഏത് മരത്തിന്റെ പലകപ്പയ്യാണിയാണ്. ആണല്ലേ? അതാകുമ്പം നല്ല ഇതായിട്ട് പണിയാൻ സാധിക്കും. കാരണം കുറവാണ്, നമുക്ക് എടുത്തോണ്ട് ചെറിയൊരു സൂക്കേസ് എടുത്തോണ്ട് ഞാൻ എടുത്തു നോക്കിയതാ, വളരെ സിമ്പിൾ ആയിട്ട് എടുത്തോണ്ട് വെയിറ്റ് ഇല്ല. നമുക്ക് എതിലെ വേണേലും കൊണ്ടുപോകാം. അപ്പൊ ഇത് നമ്മള് മറ്റേ ചാളനെയ്യൊക്കെ ഇട്ട് കൊടുക്കുവോ വെള്ളത്തിൽ? ഇത് കേട് വരാതിരിക്കാൻ നല്ല പഴക്കം കിട്ടാൻ വേണ്ടിട്ട്. ഇതിന് മറ്റേ വെള്ളമൊക്കെ പണിയണ പോലെ മറ്റേ കെട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കയറുകൊണ്ട് കെട്ടും കാര്യങ്ങളും കൊത്തിയെടുക്കുകയാണ്. അത് കാരണം കൊത്തിയെടുത്ത് നമ്മൾ നിർമ്മിക്കുകയാണ് ഇത്. അപ്പൊ അതിന് വിദഗ്ധരുണ്ട് ഇങ്ങനെ ഇത് പണിതെടുക്കണവര്, ആൾക്കാർ. ഇത് ഈ വള്ളം പണിയണവര് അതൊരു പ്രത്യേക ഒരു ഇതാണ്. മറ്റുള്ള വള്ളം പണിയണ പോലെയല്ല, താറാമുള്ള അതിന്റെ രീതി നന്നായിട്ട് വേണം കൊത്തിയെടുക്കാനായിട്ട്. അത് ശരി, അല്ലെങ്കിൽ ഈ ഒറ്റത്തടി ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ പോകുന്നല്ലേ? അത് തന്നെ. ഇത് നമുക്ക് ഏത് പൊസിഷൻ വേണേലും എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. സിമ്പിൾ ആയിട്ട് തിരിക്കാം. വെയിറ്റ് ഉള്ള വെള്ളമാണ്, നമുക്ക് അത്രയും പറ്റത്തില്ലല്ലോ. ചേട്ടാ നമുക്ക് വെള്ളം എടുക്കാം. നോക്കി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജോൺസൺ ചേട്ടന്റെ മാസ്മരിക പ്രകടനം? അടിപൊളിയല്ലായിരുന്നോ? അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.